അപ്ലൈ ചെയ്തിട്ടും കിട്ടാത്ത ആളുകളുണ്ട്. ഒരു നല്ല സമയമാണ് വർക്ക് ചെയ്യാൻ. ഇതിന് ചെയ്തുകൊണ്ടിരിക്കുക എന്നല്ലാതെ ഒരു മാർഗമില്ല. പാട്ടുകാർ പാടുന്ന താൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നടക്കുന്നുണ്ടാവും. എല്ലാ സ്വാഭാവികങ്ങളും ഉണ്ടാവട്ടെ. വളരെ വളരെ അത് വലിയ കാര്യമാണ്, ചില്ലറയല്ല. തുടക്കത്തിൽ നമ്മൾ വരുന്ന ഒരാളെ സുഹൃത്തുക്കള് ഈ ബന്ധുത്രിനാദികൾ ഇതിലേക്ക് എത്തുന്നു കഴിയുമ്പോൾ വേണമെന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ. ഈ പ്രദർശനവും വലിയ വിജയമാവട്ടെ. ജയശങ്കർ ഇങ്ങനെ വരയ്ക്കുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്തായാലും ഒറ്റ നാട്ടിൽ പറയാനുള്ള എന്താ സംഭവിച്ചാല് ചിത്രകലയിൽ സാധാരണക്കാരുടെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ എനിക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. കവിതയുടെ മോഡേൺ കവിതകളിൽ കളത്തുള്ള കവിത വെച്ചാൽ മനസ്സിലാവും, ഇപ്പോഴത്തെ കവിത വെച്ചാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞാല് സിംബലിസമൊക്കെ ആയിട്ട് വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലേ. ഇതില് ജയശങ്കർ ഇപ്പോൾ തുടക്കക്കാരനാണ്. അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ പറയും. എങ്കിലും ഒറ്റ നോട്ടത്തില് സംവേദനം ക്ഷമമാണ് എനിക്ക് തോന്നിയത്. പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും ഇതിലൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കണ്ട എന്ന് പറഞ്ഞാൽ കൂടുതൽ സംഗീതമാക്കണമെന്നൊന്നുമില്ല. ചിത്രകല എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പുസ്തകം വായിച്ച് പഠിക്കുന്നതിന് ഒക്കെ വേദം എന്ത് സംഭവം എന്ത് കലയും എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ വരയ്ക്കും. ജയശങ്കറിൻ്റെ അടുത്ത് പറഞ്ഞൊന്നും ഇങ്ങനെയാണ് ആ ത്യാഗശീലത്തിൻ്റെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും. ഞാൻ അപ്പൊ തന്നെ വള്ളത്തോൾ കവിതയുടെ വരി പറഞ്ഞത്. ആദ്യം വള്ളത്തോൾ ഗാന്ധിജിയെ പറ്റി കൃഷ്ണനെ പറ്റിയല്ല പറഞ്ഞത്, ക്രിസ്തുവിനെ പറ്റി പറഞ്ഞത്. അപ്പൊ അതൊക്കെ എവിടെയപ്പോ വള്ളത്തോൾ കവിത വായിച്ചിട്ടാണെന്ന് വരച്ചതെന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമല്ല. അപ്പൊ അതിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. കൂടുതൽ പോകണ്ടെന്ന് പറയില്ല, പഠിച്ച് പഠിക്കലാവുക ഇഷ്ടമുള്ളവരുടെ വരയ്ക്കുക, വരച്ച് ശരിയാവും. അതില് ജയശങ്കർ എന്നാണ് പേര്, ജയം ഉണ്ടാവും. തികച്ചും വ്യത്യസ്തമായ ഒരു മേഖലയിൽ പ്രവർത്തിക്കില്ല. പക്ഷെ ജയശങ്കർ ഇത്രയും ടാലന്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഇൻബോളായിട്ട് ഇങ്ങനെയുള്ള കഴിവുകൾ ഞാൻ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട്. അദ്ദേഹം ഒരു ഇന്റലക്ച്വലാണ്, ഹൈവർ ക്വാളിഫൈഡ് ആയി ഹൈ പ്രൊഫൈലായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് അതെ അത് താടി നീട്ടണ്ട തനിയ നീട്ടണ്ട. ഉള്ളപ്പറക്കാത്തൊരു സഹോദരൻ മഹാരാജകീയമായിട്ട് ബന്ധപ്പെട്ട ഒരു 76 സെന്റിനറി സെലിബ്രേഷൻ ഒരേ വേദിയിൽ അനേകം മത്സരങ്ങളിൽ പങ്കെടുത്ത് ഒരേ വേദിയിൽ ഗ്രൂപ്പ് സോങ്, ലൈറ്റ് മ്യൂസിക്, കർണാട്ടിക് എല്ലാം പാടി ആരംഭിച്ചു. പിന്നെ ഇടക്കാലത്ത് ഞങ്ങൾ തമ്മിലൊന്ന് വേറെ ഒരു തലത്തിലേക്ക് പോയി ജീവിതത്തിൽ അത്രത്തോളം. പക്ഷെ എന്നാലും ആ ബന്ധപ്പെട്ടില്ല. കുടുംബമായ കാര്യത്തിലൂടെ മാഷും എൻ്റെ അമ്മയും ഏട്ടൻ ബാലു അയ്യൻ ഞങ്ങളെല്ലാവരും അതുപോലെ ബന്ധം നിലനിർത്തിക്കൊണ്ടിരുന്നു. പിന്നീട് വീണ്ടും സംഗീതത്തിലൂടെ വീണ്ടും അടുക്കാനുള്ള ഭാഗ്യമുണ്ടായി. അടുത്ത കാലത്ത് സാധാരണ ഭക്തിഗാനങ്ങൾ ചെയ്യുന്നത് വ്യത്യസ്തമായിട്ട് ഒരു ഗാനം എഴുതി എനിക്കൊണ്ട് തന്നു. ശ്രീ രാമേന്ദ്രൻ അല്ലേ. നമ്മളുടെ ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളെ അതിനകത്ത് പരാമർശിച്ചുകൊണ്ട് വളരെ വ്യത്യാസമായ ഒരു ഗാനമായിരുന്നു. അപ്പൊ ഈ തലമുറ അടുത്ത തലമുറയിലേക്ക് പോയി. അത് എളുപ്പം പങ്കുവയ്ക്കാനുള്ള മറ്റൊരു സന്തോഷം. ഈ അടുത്ത കാലത്ത് ശ്രീരാഗം ആ രാഗത്തെ കുറിച്ചുള്ള ഒരു യൂട്യൂബ് ചാനൽ, അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനൽ അതിലെന്റെ മകനും കൂടി കൂടെ പാടാനുള്ള വളരെ സന്തോഷം. ഇതൊക്കെ എനിക്ക് അയക്കാറുണ്ട്. മിക്ക ദിവസങ്ങളും ഞാൻ അയക്കാറുണ്ട്, ഞാൻ അതിനെ റിപ്ലൈ ചെയ്യാറുണ്ട്. ഇങ്ങനെ ഒരു അതായത് എല്ലാം കൊണ്ടും അനുഗ്രഹീതനായ ഒരു കലാകാരൻ. പാരമ്പര്യം പറയാൻ മാറ്റം നമുക്ക് മറക്കാൻ പറ്റില്ല. ആ സാമ്പത്തികമായിട്ട് അദ്ദേഹം മലയാള ആർക്കൊക്കെ അറിയാം. അങ്ങനെ ഒരു ബന്ധം അതിന് ഈ ഒരു ലെവലിലേക്ക് ഉയർന്നു വരാൻ സാധിച്ചത് തീർച്ചയായിട്ടും ഗുരുകടാക്ഷം. അതായിരിക്കാൻ വയ്യ. കേരളത്തില് ഒക്ഷര ബാലകൃഷ്ണൻ എന്നൊരു മഹാസംഗീതത്തിന്റെ കീഴിലാണ് ആദ്യം അദ്ദേഹം പഠിച്ചു തുടങ്ങിയത്. ഇന്ന് മറ്റൊരു മഹാസംഗീതജ്ഞൻ ഡോക്ടർ രംഗനാഥ ശർമ്മ അദ്ദേഹത്തിന്റെ കീഴിൽ ഓൺലൈനിൽ ഇപ്പോഴും അഭ്യസിക്കുന്നു. ഏകദേശം സമപ്രായക്കാരായിരിക്കും, 70 അടുത്തോട്ട് വന്നിട്ടിരിക്കുകയായിരിക്കും.
എന്നാലും പഠിക്കണം എന്നുള്ള ആ ഒരു ആവേശം, അതാണ് ശരിക്കുള്ള സംഗീതത്തിലുള്ള ചെറിയ ചെറിയ വ്യത്യാസം. ഗേൾസ് ഹൈസ്കൂളിലെ കിൻഡർ ഗാർഡനിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസ് ഞങ്ങൾ അവിടെ വെച്ച് ആലോചിച്ചിട്ട് ഫസ്റ്റ് കിൻഡർ ഗാർഡൻ അവിടെ തുടങ്ങി. അങ്ങനെ പങ്കുവെക്കാനാണ് കുറെ ചേച്ചി വീടിന്റെ മറ്റു മഹാഗായികൾ. എന്തായാലും ഇങ്ങനെ ഒരു സംരംഭം മുമ്പിൽ വെച്ച് നടത്താൻ സാധിച്ചതിൽ എനിക്ക് വളരെ സന്തോഷം. എല്ലാവിധമായ ആശംസകളും പുരുഷന്മാരെ ഇനിയും മുമ്പോട്ട് തുടരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇടയിൽ ഒരു 60s അച്ഛൻ്റെ ജീൻ സ്വിച്ച് ഓൺ ചെയ്തതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അച്ഛൻ പറഞ്ഞിട്ടാണ് അത്. അതിൽ വേറൊരു തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ US പോയപ്പോൾ 3 വർഷം മുമ്പ് US പോയപ്പോൾ എൻ്റെ മോള് പറഞ്ഞു, ഡാഡി ടുമാറോ ഓൺവേർഡ്സ് യു സ്റ്റാർട്ട് പെയിൻറ്റിങ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ ഐ ഡോണ്ട് നോ ഹൗ ടു പെയിൻറ്റ്. നോ ഐ എം ഗെറ്റിംഗ് യു ഓൾ ക്യാൻവസ് അക്രിലിക് പെയിൻറ്റിങ്. അപ്പം എൻ്റെ ഒരു ശക്തമായ വിശ്വാസം ഞാൻ എൻ്റെ ഭാര്യയുടെ അടുത്തും പറയും, അത് അച്ഛൻ മോളിൽ കൂടി പറയിപ്പിച്ചതാണ്. അപ്പം അച്ഛന് വന്ന് പറയാൻ കഴിയും, മോൾ പറഞ്ഞു ടുമാറോ ഓൺവേർഡ്സ് യു ആർ ഗോയിങ് ടു പെയിൻറ്റ് ആൻഡ് യു സീ ഇറ്റ് ആൻഡ് യു വിൽ ഡു ബെറ്റർ ഇൻ പെയിൻറ്റിങ് ആൻഡ് യുവർ മ്യൂസിക്. അതും കൂടി അവൾ പറഞ്ഞു. അപ്പോൾ എല്ലാവരെയും നിമിത്തം. പിന്നെ ആർക്കെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് 2 വരി പാട്ട് പാടാണ്ട് എനിക്ക് നിർത്തിയത്. രവിവർമ്മ ചിത്രത്തിൻ രതിഭാവമീ, രഞ്ജിനി രാഗത്തിൻ രോമാഞ്ചമേ, സർപ്പസൗന്ദര്യമേ, നിന്നിലൻ പൗരുഷം സംക്രമപ്പൂവിടത്തും, പ്രേമത്തിൻ കുങ്കുമപ്പൂവിടത്തും, രവിവർമ്മ ചിത്രത്തിൻ രതിഭാവമേ, രഞ്ജിനി രാഗത്തിൻ രോമാഞ്ചമേ, സർപ്പസൗന്ദര്യമേ, നിന്നിലൻ പൗരുഷം സംക്രമപ്പൂവിടത്തും, പ്രേമത്തിൻ കുങ്കുമപ്പൂവിടത്തും, രവിവർമ്മ ചിത്രത്തിൻ പ്രതിഭാവമേ.